ഹലോ ഫ്രണ്ട്സ്, അർബൻ സോഷ്യോളജിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ട്രേസ് ദി ഒറിജിൻ ഓഫ് അർബൻ സോഷ്യോളജി. അർബൻ സോഷ്യോളജിയുടെ അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചിട്ട് പറയാനാണ്. അപ്പോൾ അർബൻ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗത്തിൽ ഇൻട്രൊഡക്ഷൻ ടു അർബൻ സോഷ്യോളജി എന്ന പാഠഭാഗത്തിൽ മനസ്സിലാക്കിയതുപോലെ അതിൻ്റെ ഉത്ഭവം ഉണ്ടാവുന്നത് അത് സോഷ്യോളജിയുടെ ഒരു സബ് ഡിസിപ്ലിനായിട്ടാണ്, ഉപശാഖയായിട്ടാണ് കടന്നു വരുന്നത്. അപ്പോൾ ഒരുപാട് പഠനങ്ങൾ വളരെ ഈ ഒരു അടുത്ത 100 വർഷത്തിനിടക്ക് മാത്രമാണ് അതിൽ കാര്യപ്പെട്ട പഠനങ്ങൾ, ശാസ്ത്രീയമായ രീതിയിലുള്ള പഠനങ്ങൾ നടന്നത്. അത് പിന്നീട് അമേരിക്കയിലെ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ ഒരു സ്കൂളിൽ നിന്നാണ് 1920-30 കാലഘട്ടത്തിനിടയിൽ അതൊരു കൃത്യമായ പഠനശാഖയായി രൂപപ്പെട്ടു വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് സ്കോളേഴ്സ് കൃത്യമായ റിസർച്ച് വർക്കുകൾ നടത്തി, പഠനങ്ങൾ നടത്തി, ചിക്കാഗോ ഭാഗത്തെ സിറ്റിയെക്കുറിച്ചൊക്കെ അവർ കൃത്യമായി പഠിച്ച് അതിന് ശേഷമാണ് അത് കൃത്യമായിട്ട് അവർ ഒരു ഡിസിപ്ലിനായി മാറ്റിയെടുക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ മുമ്പ് തന്നെ ഈ ചിക്കാഗോ സ്കൂൾ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ പല ആളുകളും അതിൽ വർക്കുകളൊക്കെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും, ഉദാഹരണത്തിന് 1598 നമ്മുടെ ഇറ്റാലിയൻ സ്കോളറായ ജുവാനി ബൊത്തേരയുടെ ഒരു വർക്ക് ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. അതൊക്കെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നു എങ്കിൽ കൂടി അത് ഒരു ഫൗണ്ടേഷനാണ്, അതിനൊരു അടിസ്ഥാനപരമായിട്ട് അതിനൊരു അടിത്തറ വീഴുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്താണ് ചിക്കാഗോ സ്കൂളിൽ വെച്ചുകൊണ്ടാണ്. പിന്നെ അതിനുശേഷം ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജോർജ് സിമ്മൽ, മാക്സ് വെബർ, മൗര്യർ പോലത്തെ ആളുകളും അവരുടെ ഒരുപാട് പബ്ലിക്കേഷനുകളിലൂടെയും വർക്കുകളിലൂടെയും ഈ അർബൻ സോഷ്യോളജി അതിൻ്റെ ഉത്ഭവത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു 1925 അമേരിക്കൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി നടത്തിയ ഒരു ആനുവൽ മീറ്റിംഗ്. ഈ ഒരു വിഷയത്തിൽ അർബൻ സോഷ്യോളജിയിലുള്ള അവരുടെ ആനുവൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പ്രസൻറ്റ് ചെയ്ത ഒരു പേപ്പർ പിന്നീട് അത് ദ സിറ്റി എന്ന പേരിലൊക്കെ പബ്ലിഷ് ചെയ്ത് വരികയും റോബർട്ട് പാർക്കിൻ്റെയും പ്രൊജസിൻ്റെയൊക്കെ ഒരു വർക്കുകൾ കൃത്യമായി അതൊരു ദ സിറ്റി എന്ന പേരിൽ പബ്ലിഷ് ചെയ്ത് വന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഒരു അർബൻ സോഷ്യോളജി കൃത്യമായി അത് എന്താണ് പിന്നീട് വികസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്ഭവം, അതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ഈ 1920-30 കാലഘട്ടങ്ങൾക്കിടയിൽ ചിക്കാഗോ സ്കൂളുമായി ബന്ധപ്പെട്ടും ഈ സ്കോളേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അതിൻ്റെ അർബൻ സോഷ്യോളജിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യന്. അപ്പോൾ അതിൻ്റെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ഒരുപാട് തിയറികൾ മാത്രമുള്ളതല്ല ഈ അർബൻ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ, മറിച്ച് സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ വളരെ കൃത്യമായി അപ്ലൈ ചെയ്യപ്പെട്ട ഒരു സംഗതിയാണ് ഈ അർബൻ സോഷ്യോളജി എന്നുള്ളത്. അപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ തന്നെ എല്ലാ പ്രദേശങ്ങളും കൂടുതൽ അർബനൈസിങ്, നഗരവൽകൃതമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പഠനശാഖയാണ് അർബൻ സോഷ്യോളജി എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് റീകൺസ്ട്രക്ഷൻ ഓഫ് സൊസൈറ്റി. എന്താണ്, ഓരോ സമൂഹങ്ങളെയും അവർക്ക് കാലത്തിനനുസൃതമായ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് അവരെ ഒരു നഗരവൽകൃതമാക്കുന്നതിൽ, ഒരു അർബൻ സൊസൈറ്റി ആക്കി മാറ്റുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ ഒരു പഠനശാഖ അർബൻ സോഷ്യോളജി എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ സിറ്റികളിലുള്ള ഒരുപാട് സിറ്റികൾ ഇങ്ങനെ ഒരുപാട് ഗ്രോത്ത്, സിറ്റികളിൽ ഒരുപാട് വളർച്ച ഉണ്ടാകുമ്പോൾ അതേപോലെ തന്നെ അവിടെ ക്രൈമുകൾ ഉണ്ടാവും, കറപ്ഷൻ ഉണ്ടാവും, സാമൂഹികമായ അസന്തുലിതാവസ്ഥകളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കൂടി ഈ അർബൻ സോഷ്യോളജി ഉപകാരപ്പെടും. അതുകൊണ്ട് അർബൻ സോഷ്യോളജിസ്റ്റുകൾ, എക്സ്പെർട്ടായ ആളുകൾ ആ മേഖലയിൽ കടന്നു വരലും കൂടി അത്യാവശ്യമായതുകൊണ്ട് തന്നെ ഈ അർബൻ സോഷ്യോളജി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പഠനശാഖ തന്നെയാണ്. അതുപോലെ തന്നെ നഗരാസൂത്രണം, ഓരോ നഗരങ്ങളുടെയും അതിൻ്റെ പ്ലാനിങ്ങും അവിടെ ഉണ്ടാക്കേണ്ട, ഓരോ നഗരത്തിലും ഉണ്ടാവേണ്ട പ്രത്യേകമായ പ്രൊജക്റ്റുകൾ, അതിൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഈ അർബൻ സോഷ്യോളജിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ അത്രക്കും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രത്യേക പഠനശാഖ തന്നെയാണ് ഈ അർബൻ സോഷ്യോളജി എന്നുള്ളത്. ഇനി അടുത്തത് വാട്ട് ഈസ് എ സിറ്റി. നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിലാണ്, ബേസിക് കൺസെപ്റ്റ് എന്ന ചാപ്റ്ററിലാണ് ഈ സിറ്റിയെക്കുറിച്ച് വിശദമായ ചർച്ചകൾ പറയുന്നത്. അപ്പോൾ അതിലെന്താണ് സിറ്റി എന്നാണ് നമ്മുടെ ചോദ്യം. അതായത് മറ്റു വില്ലേജുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ ഒക്കുപ്പേഷൻ ബേസ് ചെയ്തിട്ട്, അഗ്രികൾച്ചർ അല്ലാത്ത ഒക്കുപ്പേഷൻസിലായിരിക്കും അവിടെയുള്ള ആളുകളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, വലിയ തരത്തിലുള്ള ജനസാന്ദ്രത അവിടെ വില്ലേജിനെ അപേക്ഷിച്ച് നമ്മൾ സിറ്റികളിലുണ്ടാവും. അതുപോലെ തന്നെ വ്യത്യസ്ത തരം ഡിവിഷൻ ഓഫ് ലേബറുകളായിരിക്കും ആളുകൾ ഏർപ്പെട്ടിട്ടുണ്ടാവുക. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡൈവേഴ്സ് ഇൻട്രാക്ഷൻസും, അതുപോലെ അവർ പരസ്പരം വില്ലേജ് ലൈഫിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിരിക്കും
എന്താണ് ഈ സിറ്റി ലൈഫിൽ ഉണ്ടാവുക. അതുപോലെ എക്കോണമിക്കലി നോക്കുകയാണെങ്കിൽ തന്നെ വലിയ രീതിയിലുള്ള എന്താണ് ലാർജ് സ്കെയിൽ പ്രൊജക്റ്റുകളും ആക്ടിവിറ്റീസും ഒക്കെ ആയിരിക്കും ഈ സിറ്റികളിൽ നടക്കുക. അതുകൂടാതെ മറ്റൊരുപാട് പ്രത്യേകതകൾ അവിടെ ഉണ്ട്. നമ്മുടെ പാഠഭാഗത്തിൽ മീനിങ് ഓഫ് സിറ്റി എന്ന പേരിലൊക്കെ വളരെ വിശദമായിട്ട് സിറ്റിയെ കുറിച്ച് അവിടെ ആധുനിക കാലത്തുണ്ടാകുന്ന മോഡേണൈസേഷൻ, അർബനൈസേഷനൊക്കെ അതിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചില വർക്കുകളും സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, മറ്റു ഒരുപാട് മേഖലകളിൽ സിറ്റികളിൽ വില്ലേജിനെ അപേക്ഷിച്ച് ഒരുപാട് കൂടുതൽ മാറ്റങ്ങളുണ്ട്. അത്തരത്തിൽ ഒരു വലിയ എക്കണോമിക്കലായിട്ടും ഒക്കുപ്പേഷണൽ, ട്രാൻസ്പോർട്ടേഷൻ എല്ലാ മേഖലയിലും ഒരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു ലാർജ് സ്കെയിൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു പ്രദേശമാണ്, അല്ലെങ്കിൽ ഒരു ഏരിയയാണ് ഈ സിറ്റികൾ, നഗരങ്ങൾ എന്നുള്ളത്. അടുത്തത് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് അർബനിസം. ഈ അർബനിസത്തെ കുറിച്ച് ലോയിസ് വെർത്ത് പറഞ്ഞത്, അർബനിസം എന്ന് പറഞ്ഞാൽ ഈ അർബൻ ഏരിയാസിൽ താമസിക്കുന്നതിലൂടെ ഉണ്ടാവുന്ന ഒരു പ്രത്യേകതയാണ് ഈ അർബനിസം എന്നുള്ളത്. കാരണം അവർക്കുണ്ടാകുന്ന ഒരു പ്രത്യേകമായ വേ ഓഫ് ലൈഫിനെയാണ്, ഈ അർബൻ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രത്യേകമായ വേ ഓഫ് ലൈഫാണ് അർബനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൂറൽ ലൈഫിൽ നിന്നും വ്യത്യസ്തമായ ഒരുപാട് പ്രത്യേകതകൾ ഈ അർബനിസം ഈ അർബൻ കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ ഡിവിഷൻ ഓഫ് ലേബറുകൾ അവർക്കുണ്ടാവും. അതുപോലെ ഇവരുടെ ഈ സിറ്റി ലൈഫിലുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ അർബൻ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്കുള്ള അവരുടെ തമ്മിലുള്ള സോഷ്യൽ റിലേഷൻസ് കൂടുതലും ഇൻഡിവിജ്വലിസം ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ അവിടെ ഓരോരുത്തരും അവരുടെ വളർച്ചയ്ക്കും കൂടുതൽ പുരോഗതികൾക്ക് വേണ്ടിയും വളരെ വലിയ ആക്ടിവിറ്റീസ് നടത്തുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ ഡോക്ടർ രാധാ കമാൽ മുഖർജി എന്ന ആൾ ഒരു ഇന്ത്യൻ സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹം വളരെ വ്യത്യസ്തമായ ഒരുപാട് വേരിയസ് ഫാക്ടേഴ്സ് അർബനിസത്തെ കുറിച്ച് നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. വളരെ വിശാലമായിട്ട് ആ ഭാഗം ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ഈ നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള അഗ്രികൾച്ചർ അല്ലാത്ത ഒരുപാട് മേഖലകളിലായിരിക്കും അവരുണ്ടാവുക. ഉദാഹരണത്തിന് ഫാക്ടറീസ്, ബാങ്ക്, മാർക്കറ്റ്സ് പോലെയുള്ള കാര്യങ്ങളിലായിരിക്കും ഈ അർബനിസം, ഈ അർബൻ കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുക. അപ്പോൾ അർബനിസത്തിൻ്റെ ഫീച്ചേഴ്സായിട്ടാണ് ഡോക്ടർ രാധാ കമാൽ മുഖർജി ഇതിനെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ മറ്റു പല വിഷയങ്ങളിലും ഈ അർബനൈസേഷൻ മൂലം ഇവരിലുണ്ടാകുന്ന ഒരുപാട് കോൺസിക്വൻസിനെയാണ് അർബനിസം എന്ന് പറഞ്ഞിട്ട് ലൂയിസ് വെർത്ത് പരിചയപ്പെടുത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നേച്ചർ ഓഫ് അർബൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സിറ്റി ലൈഫിൽ ഉണ്ടാകുന്ന സാമൂഹിക ശ്രേണീകരണം എങ്ങനെയെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ പ്രധാനമായിട്ടും നമുക്കറിയുന്ന രണ്ട് വിഭാഗം, കാസ്റ്റ് ക്ലാസ്, അതായത് നമ്മൾ താരതമ്യേന അല്ലെങ്കിൽ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ അപ്പർ കാസ്റ്റ്, ഉയർന്ന ജാതിക്കാരായിരിക്കും സമൂഹത്തിൽ ഉയർന്ന പദവിയിലുള്ള ആളുകളായിട്ട് മാറും ചരിത്രപരമായിട്ട്. എന്നാൽ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ അതിൽ ഒരു വലിയ രീതിയിലുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ട്. മറിച്ച് പിൻകാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല എഡ്യൂക്കേഷനും അതുപോലെ ഒരുപാട് നല്ല തൊഴിലവസരങ്ങൾക്കുള്ള ആളുകൾക്കാണ് സമൂഹത്തിൽ അപ്പർ ക്ലാസ്, അവരെയാണ് ഉയർന്ന പദവിയിൽ പരിഗണിക്കുന്നത്. എങ്കിൽ കൂടി ഈ കാസ്റ്റ് സിസ്റ്റം പൂർണ്ണമായും ഇവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ കൂടി ആധുനിക കാലഘട്ടത്തിൽ അതിൽ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഡെമോക്രസി വന്നതോടുകൂടി തന്നെ, ഇന്ത്യ ഡെമോക്രാറ്റിക് ഒരു കൺട്രി ആയതുകൂടി തന്നെ ഈ ട്രഡീഷണൽ സിസ്റ്റങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ ഇന്ത്യയിൽ ഉയർന്ന പദവികളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ കൃത്യമായ എഡ്യൂക്കേഷനും അല്ലെങ്കിൽ ഒക്കുപ്പേഷനിലും ഒക്കെയുള്ള ആളുകൾക്ക് ഈ പദവികളിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റായ ആന്ദ്രെ ബത്തേൽ ഈ അടുത്ത് 2026 ഫെബ്രുവരിയിലാണ് അദ്ദേഹം വിട പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല കേസ്റ്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തിയ ആളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്, ഈ നമ്മളൊരു ഉയർന്ന ജാതി ആയി എന്നുള്ളത് കൊണ്ട് സമൂഹത്തിൽ അല്ലെങ്കിൽ സിറ്റികളിൽ നമുക്കൊരു വലിയ ഉയർന്ന ക്ലാസ് എപ്പോഴും നമുക്ക് ഉറപ്പ് നൽകുന്നില്ല. മറിച്ച് ലോവർ കാസ്റ്റിലുള്ള ഒരാൾക്ക് തന്നെ കൃത്യമായ പഠനം നടത്തി വളരെ നല്ല എഡ്യൂക്കേഷൻ നേടിക്കൊണ്ട് മൾട്ടിനാഷണൽ കമ്പനികളിലൊക്കെ വളരെ വലിയ രീതിയിൽ അദ്ദേഹത്തിന് ഉയർച്ച നേടാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഈ കാസ്റ്റ് സിസ്റ്റം പൂർണ്ണമായും ഇന്ത്യയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഈ അർബൻ സ്ലംസ്, നമ്മുടെ 5ാമത്തെ പാഠഭാഗമായ സ്ലംസിൽ ചേരി പ്രദേശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള പ്രോബ്ലംസ്, അതുപോലെ അവിടെയുള്ള ചലഞ്ചസിനെയാണ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഈ ചേരി പ്രദേശങ്ങൾ എന്നുള്ളത്, അതായത് ഈ നഗരങ്ങളിൽ വലിയ വലിയ
നഗരങ്ങൾ വലിയ സിറ്റികളിലൊക്കെ ഇത്തരത്തിലുള്ള നഗരപ്രദേശങ്ങൾ നമ്മളൊക്കെ വലിയ യാത്രകളൊക്കെ നടത്തുമ്പോൾ അത്തരത്തിലുള്ള പ്രദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വലിയ നഗരമായിരിക്കും, എന്നാൽ അതിൻ്റെ മറ്റൊരു ഭാഗത്ത് വലിയ രീതിയിലുള്ള കുടിലുകൾ കെട്ടി ആളുകൾ താമസിക്കുന്ന, തിങ്ങിപ്പാർക്കുന്ന ചേരി പ്രദേശങ്ങളുണ്ടാവും. അപ്പോൾ പ്രധാനമായിട്ടും തേർഡ് വേൾഡ് കൺട്രീസിലാണ് ഇത് പ്രധാനമായും ഇങ്ങനെയുള്ളൊരു അർബൻ സ്ലംസിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ഈ വില്ലേജിൽ നിന്ന് അല്ലെങ്കിൽ റൂറൽ ഏരിയാസിൽ നിന്ന് അവർ അർബൻ സിറ്റികളിലേക്കും അതുപോലെ അർബൻ ലൈഫിലേക്കൊക്കെ ഒരു മൈഗ്രേഷൻ നടത്തുമ്പോൾ അതുമൂലമാണ് അവിടെ ഈ അർബൻ സിറ്റികളിലോ അല്ലെങ്കിൽ അർബൻ ലൈഫിലോ സിറ്റികളിലോ അവർക്ക് കൃത്യമായി അവരുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അവർ സമൂഹത്തിലെ ഈ അർബൻ ശ്രമങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് സാമ്പത്തികമായി ഈ ഇനീക്വാലിറ്റി അനുഭവിക്കപ്പെടുന്നതൊക്കെ ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അർബൻ ഏരിയാസിൽ ഇങ്ങനെയുള്ള മൈഗ്രൻ്റായ ആളുകൾ വരുമ്പോൾ അപ്പോൾ അവർക്ക് കൃത്യമായ സ്കില്ലുകളോ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി അവിടെ നിലനിൽക്കാൻ സാധിക്കാതെ പോകുന്നത് കൊണ്ട് തന്നെ അവർ പവേർട്ടി അനുഭവിക്കപ്പെടുകയും അവർ ഇത്തരത്തിലുള്ള ചേരി പ്രദേശങ്ങളിലൊക്കെ താമസിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൃത്യമായ ലിവിങ് കണ്ടീഷൻസ് അവർക്ക് നൽകുന്നില്ല, അവർക്ക് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ വളരെ വലിയ രോഗങ്ങളും മാരക രോഗങ്ങളും പകർച്ചവ്യാധികളൊക്കെ അവിടേക്ക് ഉണ്ടാകുന്നു. കൃത്യമായ ശുദ്ധജലം അവർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ ശുദ്ധജലം ലഭിക്കാത്ത വളരെ വലിയ അടിസ്ഥാന പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മുടെ പാഠഭാഗത്ത് ഒരു 7 കാരണങ്ങൾ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അവരനുഭവിക്കുന്ന ഒരു സോഷ്യൽ ഐസൊലേഷൻ, അതുപോലെ അവിടെ ഉണ്ടാകുന്ന പ്രത്യേകമായ കൾച്ചർ, അതുപോലെ അവിടെ ഈ സ്ലമ്മുകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായ ക്രൈമുകൾ, അവരുടെ ഫാമിലി ഡിസോർഗനൈസേഷൻ കാരണം കൂടുതൽ ക്രൈമുകളും അതുപോലെ മറ്റു മോശപ്പെട്ട പ്രവൃത്തികളിലേക്കൊക്കെ അവർ പോകാനുള്ള കാരണങ്ങളൊക്കെ അവരുടെ ഫാമിലി ഡിസോർഗനൈസേഷൻ കാരണം ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ വിശാലമായിട്ട് നമ്മുടെ പാഠഭാഗത്ത് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ മുനിസിപ്പൽ ബോഡീസിന് കൃത്യമായ പ്ലാനിങ് നടത്തി അല്ലെങ്കിൽ കൃത്യമായ എഫക്റ്റീവായ രീതിയിലുള്ള പ്ലാനിങ് നടത്തി ഇവർക്ക് ഒരു ബേസിക് സർവീസുകൾ, അവർക്ക് ഒരു അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ നൽകുന്നതിൽ പോലും വലിയ പാളിച്ചകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇന്നും ഇത്തരത്തിലുള്ള ചേരി പ്രദേശങ്ങൾ നിലവിലുള്ളതും അവർക്ക് മുന്നോട്ട് സമൂഹത്തിലേക്ക് ഉയർന്നു വരാൻ സാധിക്കാത്തതും. ഇനി അടുത്തത് അർബൻ വയലൻസുകളെ കുറിച്ചുള്ള ഒരു എസ്സേയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നഗരപ്രദേശങ്ങളിൽ ജീവിക്കുമ്പോൾ, അർബൻ ലൈഫുകളിൽ ജീവിക്കുമ്പോൾ അവിടെ ഒരു വലിയ ഹൈ ഡെൻസിറ്റി പോപ്പുലേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ക്രൈമുകൾ, കറപ്ഷനുകൾ, അതുപോലെ സോഷ്യൽ ഡിസോർഗനൈസേഷൻസ് ഒക്കെ അവിടെ ഉണ്ടാകും. കാരണം കൃത്യമായ നഗരാസൂത്രണം ഇല്ലാത്തത് കാരണത്താലായിരിക്കും പലപ്പോഴും ഇത്തരത്തിലുള്ള ക്രൈമുകളൊക്കെ അവിടെ നടക്കാനുള്ള കാരണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ സ്ലം ഏരിയകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള ലിവിങ് കണ്ടീഷൻസ് ലഭിക്കാത്തത് കൊണ്ടും അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ റിസോഴ്സുകൾ ലഭിക്കാത്തത് കൊണ്ടും അവരും ഈ പറഞ്ഞതുപോലെ ക്രൈമുകളിലേക്കും മോഷണങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പം അങ്ങനെ വലിയ രീതിയിലുള്ള ഇഷ്യൂസ് ഈ അർബൻ ഏരിയകൾ നേരിടുന്നുണ്ട്. അടുത്തത് ഡിസ്ക്രൈബ് ദ ചലഞ്ചസ് ടു അർബൻ ഗവേണൻസ്. ഈ അർബൻ ഏരിയകളിൽ അവിടുത്തെ ഗവേണൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ചലഞ്ചസുകൾ എന്തൊക്കെയാണ്, ഗവൺമെൻറ്റിന് അവിടെ ഉണ്ടാകുന്ന ചലഞ്ചസുകൾ എന്തൊക്കെയാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ മോഡേൺ സിറ്റികളിൽ പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് ഒരുപാട് രീതിയിലുള്ള ചലഞ്ചസുകൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ പാഠഭാഗത്ത് കൃത്യമായി ഒരു 5-6 ചലഞ്ചസുകൾ കൃത്യമായി പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് ഇഷ്യൂസ് ഇൻ ഡിസെൻട്രലൈസേഷൻ, അതായത് കൃത്യമായി ഒരുപാട് മൾട്ടിപ്പിൾ ഓഫ് ഗവൺമെൻറ് ഏജൻസീസ് ഉണ്ടല്ലോ ഇന്ത്യയിലൊക്കെ. അപ്പോൾ അത് കൃത്യമായി അവർക്കുള്ള പവർ നൽകാൻ കൃത്യമായി അത് അവർക്ക് നൽകാൻ സാധിക്കാത്തത് കൊണ്ടും അതിൻ്റെ കൃത്യമായ നിർവഹണം നടക്കാത്തത് കൊണ്ടും അല്ലെങ്കിൽ പരസ്പരമുള്ള അതിൻ്റെ ഒരു കണക്ഷൻ നഷ്ടപ്പെട്ടത് കാരണമൊക്കെ കൊണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ അർബൻ ഗവേണൻസുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായ റിസോഴ്സുകൾ ലഭിക്കാത്ത കാരണങ്ങൾ കൊണ്ടൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ അർബൻ ഗവേണൻസുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതുപോലെ മറ്റൊരു ചലഞ്ചാണ് ഇതുപോലെയുള്ള ഒരുപാട് ബോഡികളിൽ കറപ്ഷൻസ് വളരെ
വ്യാപകമായ കറപ്ഷൻസും ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ വളരെ സാധാരണമായി നടക്കുന്നു എന്നുള്ള ഒരു ഫിനാൻഷ്യലായിട്ടുള്ള വലിയൊരു പ്രശ്നം ഇവർ നേരിടുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കൽ മാൻ പവർ സ്കില്ലഡായ ടെക്നിക്കൽ എക്സ്പേർട്ടുകളായ ആളുകളെ ഈ നഗരാസൂത്രണവുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് വേണ്ടി കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളൊരു ചലഞ്ചുണ്ട്. അതുപോലെ മറ്റു വലിയ വലിയ സിറ്റികളിൽ കൃത്യമായ റിസോഴ്സുകൾ ലഭിക്കാത്തത് കാരണം, അല്ലെങ്കിൽ മൈഗ്രൻ്റ് പോപ്പുലേഷൻ അവിടെ കൃത്യമായി അവരെ പ്ലാൻ ചെയ്തുകൊണ്ട് അവർക്ക് കൃത്യമായ കപ്പാസിറ്റി, അവരെ ഈ മൈഗ്രൻ്റായ ആളുകളെ സപ്പോർട്ട് ചെയ്യാനുള്ള കൃത്യമായ സാഹചര്യങ്ങളില്ലാത്തത് മൂലമൊക്കെ വളരെ വലിയ രീതിയിലുള്ള ചലഞ്ചസുകൾ ഈ അർബൻ ഗവേണൻസുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് നമ്മൾ പാഠഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഈ അർബൻ സോഷ്യോളജിയുടെ നേച്ചറും അതിൻ്റെ സ്കോപ്പുമാണ്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ അർബൻ സോഷ്യോളജി വിശാലമായൊരു പഠനശാഖയാണ്. എല്ലാ മേഖലകളിലേക്കും അതിന് കടന്നു ചെല്ലാൻ സാധിക്കും. ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യൽ സൈക്കോളജി, പൊളിറ്റിക്കൽ സയൻസ്, ആന്ത്രോപോളജി, അങ്ങനെ എല്ലാ മേഖലയിലേക്കും അതിന് ഓവർലാപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകമായ അതിൻ്റെ ഒരു നേച്ചർ. അതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാം സമൂഹത്തിലെ അല്ലെങ്കിൽ ഈ അർബൻ ലൈഫിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും പഠിക്കാൻ സാധിക്കുന്ന ഒരു പഠനശാഖയാണ് ഈ അർബൻ സോഷ്യോളജി എന്നുള്ളത്. അതുപോലെ അത് കൃത്യമായ ഈ അർബൻ സിറ്റികളിലുള്ളൊക്കെ ലൈഫ് സ്റ്റൈൽ, അവിടുത്തെ കൃത്യമായ അർബനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടുത്തെ നഗരാസൂത്രണം, സാമൂഹിക പരിഷ്കാരങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഈ അർബൻ സോഷ്യോളജിയുടെ കീഴിലാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രോത്ത് ഓഫ് അർബൻ പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. എങ്ങനെയാണ് ഈ ഇന്ത്യയിൽ ഈ നഗരത്തിലുണ്ടാകുന്ന ഉയർന്ന ഈ പോപ്പുലേഷൻ, ജനസംഖ്യ അനുപാതം അത് കൂടുന്നത്, അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ് ഇന്ത്യയിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, എഫക്റ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ സ്വാഭാവികമായും ഏതൊരു ഭാഗത്തും പോപ്പുലേഷൻ കൂടുമ്പോൾ അതിന് പോസിറ്റീവ് നെഗറ്റീവുമായ ഒരുപാട് വശങ്ങളുണ്ടാവും. പോസിറ്റീവായ അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരുപാട് വലിയ പൊട്ടൻഷ്യൽ, വലിയ റിസോഴ്സുകളാണ്, ഹ്യൂമൻ റിസോഴ്സുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരാൻ ഇതുമൂലം ചിലപ്പോൾ സാധിക്കും. അതുപോലെ തന്നെ കൃത്യമായ ഒരു നല്ല നല്ല പോപ്പുലേഷൻ കൂടുമ്പോൾ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഹയർ ലിവിങ് സ്റ്റാൻഡേർഡുകളിലേക്ക് ചിലപ്പോൾ ഹയർ ലിവിങ് സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് നല്ല സർവീസുകളും റിസോഴ്സുകളും അതുപോലെ ലഭിക്കുമെന്നൊരു പോസിറ്റീവ് സൈഡ് അവിടെ ഉണ്ട്. മറ്റൊരു നെഗറ്റീവ് സൈഡാണ് ഇങ്ങനെ പോപ്പുലേഷൻ കൂടുമ്പോൾ ചിലപ്പോൾ അവിടെ കൃത്യമായ പ്ലാനിങ് നടന്നിട്ടില്ലെങ്കിൽ വളരെ വലിയ ഇഷ്യൂസുകൾ അവിടെ ഉണ്ടാവും. പലപ്പോഴും അങ്ങനെ മൈഗ്രേഷൻ ചെയ്ത് വരുന്ന ആളുകൾക്ക് കൃത്യമായി ഇവിടെ നിലനിൽക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർ സ്ലംസിലേക്ക് അവർ പുറന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം വരും. അതുപോലെ തന്നെ പലപ്പോഴും മറ്റു പല സോഷ്യൽ ഡിസോർഗനൈസേഷനുകളും അതുപോലെ ക്രൈമുകളുടെ ആധിക്യവും, അങ്ങനെ പല രീതിയിൽ ഗവൺമെൻറ്റിന് കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാവുമെന്നുള്ളതും അതിൻ്റെ ഒരു നെഗറ്റീവ് വശമാണ്. ഇനി സിറ്റികൾ രൂപപ്പെട്ടു വന്നതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഈ സിറ്റികളുടെ ഒരു രൂപപ്പെടൽ? നമ്മൾ മനസ്സിലാക്കിയതുപോലെ സിറ്റികൾ എന്ന് പറഞ്ഞാൽ വലിയ ചരിത്രമുണ്ട്. 10,000കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സിറ്റികൾ ഉണ്ടായിരുന്നു. മെസ്സപ്പൊട്ടോമിയയിലും അതുപോലെ ഏഷ്യയിലും ചൈനയിലുമൊക്കെ ഇൻഡസ് വാലിയിലൊക്കെ ഒരുപാട് സിറ്റികൾ ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു അർബൻ സോഷ്യോളജി എന്ന പാഠഭാഗത്തിൽ വളരെ കൃത്യമായിട്ട് ആദ്യകാല സിറ്റികളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് രണ്ടാമത്തെ പാഠഭാഗത്തിൽ ബേസിക് കൺസെപ്റ്റ് എന്ന പാഠഭാഗത്തിലാണ് ഈ സിറ്റികളെക്കുറിച്ച്, അതിൻ്റെ എമർജൻസിനെ കുറിച്ച്, പ്രത്യേകിച്ച് യൂറോപ്പിലുള്ള സിറ്റികളുടെ എമർജൻസിനെ കുറിച്ചൊക്കെ ഈ രണ്ടാമത്തെ ബേസിക് കൺസെപ്റ്റ് എന്ന പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ കാര്യമായി നിയോലിത്തിക് റവല്യൂഷന് ശേഷമാണ് ആളുകൾ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് മാറുന്നതും അങ്ങനെയാണ് ഈ സിറ്റികളുടെ രൂപപ്പെടൽ വരുന്നത്. അതുപോലെ അതിൻ്റെ ഒരു എക്കോണമിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ മെക്കാനൈസേഷൻ, അതുപോലെ വ്യാവസായികവൽക്കരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആളുകൾ അഗ്രികൾച്ചറിൽ നിന്ന് മറ്റുള്ള ഒക്കുപ്പേഷനുകളിലേക്കൊരു വലിയ ഷിഫ്റ്റ് ഉണ്ടായി. അപ്പോൾ കൂടുതൽ ജോലി സാധ്യതകളും മറ്റു ട്രാൻസ്പോർട്ട്, മറ്റു മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ കൂടുതൽ വർദ്ധിച്ചു എന്നുള്ളതൊരു ഇത് ഈ സിറ്റികൾ കൂടുതൽ ഉയർന്നു വരാനുള്ള ഒരു കാരണമാണ്. അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ മൈഗ്രേറ്റ് ചെയ്തു, റൂറൽ ഏരിയകളിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു എന്നുള്ളതും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അതുപോലെ കൃത്യമായ പോപ്പുലേഷനിലുള്ള ഈ ഒരു വർധനവും, അതുപോലെ തന്നെ മറ്റു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പല വർക്കുകളും, അതുപോലെ സോഷ്യൽ സ്ട്രക്ചറിൽ വന്ന മാറ്റങ്ങളും ഒക്കെ
കൂടുതൽ സിറ്റീസുകൾ എമേർജ് ചെയ്യുന്നതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കേസ്റ്റ് ആൻഡ് ക്ലാസ് ഓഫ് അർബൻ, ഈ അർബൻ ഏരിയകളിലുള്ള കേസ്റ്റിൻ്റെയും ക്ലാസിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഈ കാസ്റ്റും ക്ലാസ്സും ഒക്കെ അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കാസ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ അർബൻ ലൈഫ്, ഈ അർബൻ ലൈഫിൽ ഈ കാസ്റ്റിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ കൂടി അത് മുമ്പുണ്ടായിരുന്ന താരതമ്യേന മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന അത്ര റിജിഡിറ്റി നിലവിൽ അതിനില്ല. അത് കൂടുതൽ ഫ്ലെക്സിബിളായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ജി.എസ്. ഗുരയെ പോലെയുള്ള നമ്മൾ മുമ്പ് പറഞ്ഞ ആന്ധ്ര ബത്തേലിനെ പോലുള്ള ആളുകളൊക്കെ ഈ മേഖലയിൽ കാസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തിയതാണ്. ഇപ്പോഴും വളരെ റീസെൻ്റ് ആയിട്ട് കൂടി ഒരുപാട് പഠനങ്ങൾ കാസ്റ്റുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ അതിലൊക്കെ പറയുന്നത് നമ്മുടെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മാറ്റം നിലവിൽ അതിലുണ്ടായിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായും ആ ഒരു കാസ്റ്റ് സിസ്റ്റം ഒഴിവാക്കപ്പെട്ടിട്ടുമില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വില്ലേജ് ലൈഫിലുള്ള ആളുകൾ, വില്ലേജ് ഏരിയകളിലുള്ള ആളുകളൊക്കെ പലപ്പോഴും അവിടെയുള്ള ഒരു കാസ്റ്റിലുള്ളൊരു റിജിഡിറ്റി കാരണം നമ്മുടെ അർബൻ ഏരിയകളിലേക്ക് അവർ കുടിയേറുകയും അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ എങ്കിൽ കൂടി അവിടെയും അർബൻ ഏരിയകളിലും പൂർണ്ണമായും ഇത് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിൽ കൂടി ഒരു ഫ്ലെക്സിബിളായ രീതിയിലേക്കാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് കാസ്റ്റ് ഉള്ളത് ഇന്ത്യയിലെ അർബൻ ഏരിയകളിലൊക്കെ. ഇനി ക്ലാസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പലതരത്തിലുള്ള ക്ലാസ്സുകൾ ഇന്ത്യയിൽ ഉണ്ടാവാറുണ്ട്. ഏതൊരു സ്ഥലത്തും പ്രത്യേകിച്ച് ഇന്ത്യയിലും പല രീതിയിലുള്ള ക്ലാസ് ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് പ്രൊഫഷണൽസിൻ്റെ ഒരു ക്ലാസ്, അതുപോലെ മറ്റു സർവീസുകൾ നോക്കിയിട്ട്, അതുപോലെ മറ്റു വർക്കിംഗ് ക്ലാസ്സുകൾ നോക്കിയിട്ട്, അതുപോലെ മറ്റൊരുപാട് പ്രത്യേകതകൾ നോക്കിയിട്ട് പലതരത്തിലുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. പ്രധാനമായും ഒക്കുപ്പേഷൻ, അതുപോലെ എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് ഒക്കെ നോക്കിയിട്ട് പല രീതിയിലുള്ള വർക്കിംഗ് ക്ലാസ്സുകൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഈ തരത്തിലാണ് ഇന്ത്യയിലുള്ള ക്ലാസ്, അതുപോലെ കാസ്റ്റ്. ഇനി രണ്ടാമത്തത് സ്ലമ്മിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞതുപോലെ 5ാമത്തെ പാഠഭാഗത്തിൽ വളരെ കൃത്യമായി അത് സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകമായ നേച്ചർ എന്ന് പറയുന്നത് ഈ നഗരങ്ങളിൽ കൂടുതൽ ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് വരികയും അങ്ങനെ അവർക്ക് കൃത്യമായി ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് അവർക്ക് അവിടെ നിലനിർത്താൻ സാധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ വർക്കിനനുസരിച്ചുള്ള വേജ് അവർക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഈ രീതിയിലേക്കുള്ള സ്ലമ്മുകളിലൊക്കെ അവർ ജീവിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. എങ്കിൽ കൂടി അവർ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള ശുദ്ധജലത്തിൻ്റെ ലഭ്യതക്കുറവ്, അതുപോലെ മറ്റു ആരോഗ്യപരമായ അവരുടെ കെയർ അതിൻ്റെ കുറവ്, അതുപോലെ മറ്റു പല ഡെവലപ്മെൻറ്റുകളും അവരിലേക്ക് എത്തുന്നില്ല. അങ്ങനെ പല രീതിയിലുള്ള ഇനീക്വാലിറ്റികൾ അവർ അനുഭവിക്കുന്നുണ്ട് ഈ സ്ലമ്മുകളിലുള്ള ആളുകൾ. അതുപോലെ തന്നെ അവർക്ക് കൃത്യമായി മറ്റു രീതിയിലുള്ള സഹായങ്ങളൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. എന്നാൽ അവരുടെ ഒരു പ്രത്യേകതയാണ്, അവരെങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൂടി അവർക്ക് കൃത്യമായി ഒരു യുണൈറ്റ് ചെയ്യാനും അവർക്ക് ഒന്നിക്കാനും മറ്റു പല രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകളോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ രൂപങ്ങളായിട്ട് മാറാനുള്ള, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ രീതിയിലേക്ക് വരെ മാറാനുള്ളൊരു ഇൻ്റർ കണക്ഷനും അതുപോലെയുള്ള ഒരു യൂണിറ്റിയും അവർക്കിടയിൽ ഉണ്ട് എന്നുള്ളത് അവരുടെ പ്രത്യേകതയാണ്. ഇനി അവസാനമായിട്ടുള്ള ക്വസ്റ്റ്യനാണ് അർബൻ ഗവേണൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ചലഞ്ചസുകൾ. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പലതരത്തിലുള്ള മൾട്ടിപ്പിൾ ബോഡീസുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിനെ കൃത്യമായി നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ, അല്ലെങ്കിൽ അതിനെ കൃത്യമായി മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ചലഞ്ചുകളുണ്ട്. കാരണം വളരെ വലിയ രീതിയിലുള്ള ഗ്രോത്താണ് ഈ അർബൻ സിറ്റികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായി അതിനനുസരിച്ച് ഉള്ള അഡ്മിനിസ്ട്രേഷൻ അവിടെ വരുത്തുന്നതിൽ, അല്ലെങ്കിൽ അതിനാവശ്യമായ രീതിയിലുള്ള അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിക്വയർമെൻറ്റ്സ് കൊണ്ടുവരുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിലവിൽ ഉണ്ട്. അതുപോലെ തന്നെ കൃത്യമായ റിസോഴ്സുകൾ ഒരുപാട് ഈ ഒരു നഗരങ്ങളിലൊക്കെ ആവശ്യമായ കമ്മ്യൂണിറ്റി പ്രൊജക്റ്റുകൾക്കും മറ്റു സർവീസിനൊക്കെ ആവശ്യമായ കൃത്യമായ റിസോഴ്സിൻ്റെ കുറവുണ്ട്. അതുപോലെ കൃത്യമായി എല്ലാത്തിനും കൃത്യമായ സർവീസുകളിലേക്കുള്ള ആളുകളുടെ ലഭ്യതക്കുറവുണ്ട്. അതുപോലെ ടെക്നോളജിക്കലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ IT-യും മറ്റു ടെക്നോളജിയൊക്കെ കൂടുതൽ വികസിച്ച ഈ ഒരു കാലഘട്ടത്തിൽ, അപ്പോൾ അതിലേക്ക് ഈ അർബൻ ഏരിയാസിലുള്ള മറ്റു ബോഡികളെയൊക്കെ
ഈ ഒരു ടെക്നോളജിക്കലായ അഡ്വാൻസ്മെൻറ്റിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ സോഷ്യൽ പരമായിട്ടുള്ള ഇഷ്യൂസ്, ഒരുപാട് വയലൻസ്, ക്രൈമുകളൊക്കെ ഈ അർബൻ ഏരിയാസിലുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, ചലഞ്ചസുകൾ നേരിടുന്നുണ്ട് നിലവിൽ അർബൻ ഗവേണൻസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് എന്താണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്.